മേനേജർ ഹൗസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് 20 സെന്റ് സ്ഥലവും നല്ലൊരു വീടും കൂടി ഒരു ബസ് റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന നല്ലൊരു വീടുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിപ്പോൾ വന്നിരിക്കുക. ഇത് വീട് സ്ഥിതി ചെയ്യുന്നത് പാലായിൽ നിന്ന് പ്രവിത്താനത്ത് നിന്ന് ഇരിയാറ്റുപേട്ടയ്ക്ക് പോകുന്ന ഒരു ബസ് റോഡുണ്ട്. ആ ബസ് റോഡ് സൈഡിൽ തന്നെ RC പള്ളിയുമായിട്ട് ഒരു 350-400 മീറ്റർ ദൂരത്തിൽ, അമ്പലവുമായിട്ട് ഒരു 600-700 മീറ്റർ ദൂരത്തിൽ, കടകളുമായിട്ട് ഒരു 300 മീറ്റർ ദൂരത്തിൽ ഒരു നല്ലൊരു ജംഗ്ഷന് സമീപം എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി വീടിൻ്റെ ദൃശ്യങ്ങൾ. മേനേജർ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ബസ് റോഡ് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. ബസ് റോഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ബസ് ഓടുന്ന റോഡ് സൈഡിൽ 20 സെൻറ്റ് സ്ഥലത്തിൽ ഇത്രയും നല്ലൊരു വീട് നിങ്ങൾക്ക് അങ്ങ് കിട്ടിയാലോ? ഇത് സ്വന്തമാക്കാം. ഈ വീടും സ്ഥലവും നിങ്ങൾക്കും സ്വന്തമാക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ബസ് റോഡ് സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന PWD റോഡ് സൈഡിൽ നിന്ന് തുടങ്ങുന്ന ബാംഗ്ലൂർ സ്റ്റോൺ ആരംഭിക്കുന്നു. അവിടെ നല്ല വീതിയുള്ള ഗേറ്റ് വെച്ചിരിക്കുന്നു. വീതിയുള്ള ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ മുറ്റമെല്ലാം ബാംഗ്ലൂർ സ്റ്റോണാണ് ഇട്ടിരിക്കുന്നത്. 20 സെൻറ്റ് സ്ഥലമാണ് ഈ വീട് ഉള്ളത്. അപ്പോൾ 20 സെൻറ്റ് സ്ഥലവും വീടും കൂടി, ഇതാണ് നല്ല കാർ പോർച്ച്, വിശാലമായൊരു കാർ പോർച്ച് ചെയ്തിരിക്കുന്നു. വീടിൽ നിന്ന് ശകലമൊന്ന് മാറ്റിയാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. അതൊരു പ്രത്യേക അഴക് തന്നെയാണെന്ന് എനിക്കിപ്പോൾ തോന്നി. കാരണം അതൊരു നല്ല ഭംഗിയുണ്ട്. അപ്പോൾ 20 സെൻറ്റ് സ്ഥലമുള്ളത് കൊണ്ട് ഇതുകൊണ്ട് ഈ സൈഡിലേക്കൊക്കെ ഇഷ്ടംപോലെ മുറ്റമുണ്ട്. ഈ സൈഡിലേക്ക് ഇഷ്ടംപോലെ മുറ്റമുണ്ട്. ഒരു ടെക്സ്ചർ വർക്കൊക്കെ ഭിത്തിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാർ പോർച്ചിൻ്റെ പില്ലറിനൊക്കെ ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം 1-2 പ്ലാവോ അതുപോലെ തെങ്ങോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല കൃഷി ചെയ്യാനായിട്ടൊക്കെ ഒരു അടുക്കളത്തോട്ടം ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള നല്ല സ്പേസ് ഉണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വന്നു. കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് ബാക്ക് സൈഡിൽ നിന്ന് ഇനിയും വാങ്ങിക്കാവുന്നതുമാണ്. അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു കാര്യം, കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്ന വീടാണ്. കംപ്ലീറ്റ് റൂഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന വീടാണ്. ഇതാണ് അലക്കുകല്ല് കൊടുത്തിരിക്കുന്നു. ഒരു പുതിയൊരു ടെക്നോളജി പോലെ തോന്നിയൊരു കാര്യമാണ്. ഈ അലക്കുകല്ലിനോട് സമീപം ചെറിയൊരു വാഷ് ബേസും പോലെ അവർ കെട്ടിയെടുത്തിട്ടുണ്ട്. അത് സിങ്ക് പോലെ, അതിനകത്ത് വേണമെങ്കിൽ സോപ്പൊക്കെ പതപ്പിച്ചിട്ട് അലക്കാനൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ പുറത്ത് വയ്ക്കാനായിട്ടുള്ള പോയിൻ്റാണ് തൊട്ടപ്പുറത്ത് കണ്ടത്. വീണ്ടും നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് വന്നു. ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ വീണ്ടും ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ഒരു മനോഹാരിത കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ വീണ്ടും കാണുന്നത്. അതുപോലെ ഇത് കണ്ടോ, ഈ കിണറിന് സമീപത്ത് വീണ്ടും ഒരു ഗാർഡനൊക്കെ ചെയ്യുവാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അങ്ങനെ ഇത് കിണർ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നതാണ്. നമ്മളിനി വീടിനകത്തെ ദൃശ്യങ്ങളാണ് ഇനി നമുക്ക് കാണാം. വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കണ്ടു. നല്ല ചുറ്റുവട്ടം, നല്ല അയൽവാസികളൊക്കെ ഉള്ളൊരു മേഖലയാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റാണ്. ഗ്രാനൈറ്റ് ചുറ്റും നമ്മൾ കണ്ടു. ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കിൻ്റെയാണ് കൊടുത്തിരിക്കുക. ഫ്രണ്ട് ഡോറ് തേക്കാണ്. അവിടെ നിന്ന് ഫ്രണ്ട് ഡോറ് തേക്കിൻ്റെ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു സ്വീകരണ മുറിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻറ്റീരിയർ വർക്കുകൾ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നല്ല ജിപ്സം വർക്കുകളാണ് ചെയ്തിരിക്കുക. അവിടെ നല്ല ലൈറ്റുകൾ അറേഞ്ച്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പാർട്ടീഷൻ വർക്കാണ്, വുഡ് കൊണ്ടുള്ളൊരു പാർട്ടീഷൻ വർക്കാണ് ഇവിടെ കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും കയറുമ്പോഴും ഡൈനിങ് ഹാളാണ് ഇത്. ഫാമിലി ലിവിങ് ഏരിയ ആണ് ഇവിടെ. ഫാമിലി ലിവിങ് ഏരിയയിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഇവിടെ TV യൂണിറ്റ്, ഒരു സൈഡിൽ രൂപക്കോടിൻ്റെ പോയിൻ്റ്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. എല്ലാ ബെഡ്റൂമിലും ഒരു ഫാൻസി ലൈറ്റ്, ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ഫാന്, അത്രയും ചെയ്തിട്ടുണ്ട്. കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ഡ്രസ്സിങ് ഏരിയയാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റുള്ള ബെഡ്റൂമാണിത്.
ഡ്രസ്സിങ് ഏരിയയിലും കബോർഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് നമുക്ക് കൂടെ കാണുവാൻ സാധിക്കുക. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. സാമാന്യ വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ്. ഈ വീടിന് RC പള്ളിയുമായിട്ടുള്ള ദൂരം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഒരു 400 മീറ്റർ 500 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ RC പള്ളിയുമായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അമ്പലത്തിലേക്ക് പോകുവാനായിട്ട്, അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അമ്പലവുമായിട്ടൊരു 10-700 മീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ പ്രായമായി കഴിയുമ്പോൾ എന്നും പള്ളിയിൽ പോകണം അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞത്. അതുപോലെ തന്നെ കടകളിലേക്ക് പോകുവാനൊക്കെ ആയിട്ട് ഈ 300 മീറ്റർ 400 മീറ്റർ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കടകളും നമുക്ക് അവൈലബിൾ ആണ്. ഒരു ചെറിയ കവല പോലെയാണ്, കവലയ്ക്കടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അങ്ങനെ എല്ലാ കടകളും, പച്ചക്കറി, പലചരക്ക്, കോൾഡ് സ്റ്റോറേജ്, അങ്ങനെയുള്ള എല്ലാ കടകളും ഈ ജംഗ്ഷനിലുണ്ട്. അങ്ങനെ എന്ത് സാധനങ്ങൾ വീട്ടിൽപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പോയി സാധനം മേടിച്ച് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള ദൂരം മാത്രമാണ് ഈ വീടിന് ഉള്ളത്. അവിടെ നിന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് കയറിയത്. അപ്പോൾ ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, പ്രവിത്താനത്തുനിന്ന് ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന ബസ് റൂട്ടുണ്ട്. ആ ബസ് റോഡ് ഫ്രണ്ടേജിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുക. മിക്കവാറും സമയത്തും തന്നെ ബസ് പോകുന്നത് കണ്ടിട്ടുണ്ട് ഈ വഴിക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ പാലായിലൊക്കെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് പാലായിക്ക് പോരാനായിട്ട് നിൽക്കുമ്പോൾ പ്രവിത്താനംകോടി ഈരാറ്റുപേട്ട അല്ലെങ്കിൽ പ്രവിത്താനംകോടി പാല എന്ന് പറയുന്ന ബസ്സുകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ പോരുന്ന റോഡ് സൈഡിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്ക് കയറി. വീണ്ടും നമ്മൾ നല്ല രീതിയിലുള്ള വർക്കുകളാണ്, അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് ഇവിടെ കാണുന്നത്. 2 പൈപ്പ് കൊടുത്തിരിക്കുന്നത് കണ്ടു. ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനാണ്. 2 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. വീണ്ടും നമ്മൾ ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് ഇറങ്ങിയത്. അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനു മുൻപ് ഇതാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെ കണ്ടു. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇതുപോലെ ചൂട് ഉള്ള കാലഘട്ടത്തിൽ എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊക്കെ ഇതൊരു പാർട്ടീഷൻ വർക്കാണ്. അതുപോലെ തന്നെ രൂപക്കൂടിൻ്റെ പോയിന്റ് കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്ലവറുകളോ ഫോട്ടോസോ രൂപക്കൂടിൽ ദൈവത്തിൻ്റെ ഫോട്ടോയോ ഒക്കെ ആയിട്ട് വയ്ക്കാവുന്നതാണ്. ഇടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ കറണ്ട് ഇല്ലാത്ത രീതിയിലും നമുക്ക് ഈ വീടിനെ കാണാം എന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ കട്ട് ചെയ്യാതെ ഈ ഒരു സാഹചര്യത്തിലും, കറണ്ട് ഇല്ലാത്ത സാഹചര്യത്തിലും നമ്മൾ വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതാണ് ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിൽ നല്ല കബോർഡുകളൊക്കെ ചെയ്ത് ഒരു കോക്കറി ഷെൽഫൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വലതുവശത്ത് ഒരു ബെഡ്റൂം കൂടിയുണ്ട്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ്. ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തടികളാണ്. കട്ടളയെല്ലാം ആഞ്ഞിലിയാണ്, പാളികളൊക്കെ തേക്കാണ്. അതുപോലെ തന്നെ നല്ല തടികളൊക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല മെറ്റീരിയൽ, നല്ല ടൈലുകൾ, അതുപോലെ തന്നെ എല്ലാം നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് എല്ലാം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന വീടാണ്. നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഫാൻസി ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കറണ്ട് പോയതുകൊണ്ട്, കറണ്ട് പോയെങ്കിലും കട്ട് ചെയ്യാതെ നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുവാണ്. കാരണം കറണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നറിയില്ല. അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ നല്ല അടുക്കള, നല്ല കിച്ചൺ ഇവിടെയാണ്. അതുപോലെ തന്നെ നല്ല കബോർഡുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണിൽ. വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്.
ഒരു വീട്ടിൽപ്പെട്ട സാധനങ്ങളെല്ലാം വയ്ക്കാൻ അടുക്കി വയ്ക്കാവുന്ന രീതിയിലുള്ള വലിയ അടുക്കളയാണ്. നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ നല്ലൊരു വീട്, നല്ല ദൃശ്യങ്ങൾ. അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല നല്ല കമൻറ്റുകൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നല്ല കമൻറ്റുകളുമായിട്ട് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നമ്മൾ ആദ്യമേ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടുള്ള സീനറി ആയിരുന്നു നമ്മൾ ഈ ഭാഗമൊക്കെ കണ്ടത്. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ കാണുന്നു. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. ബസ് റോഡ് സൈഡിൽ ഈ വീട് സ്വന്തമാക്കാൻ നിങ്ങൾക്കായിട്ട് ഭാഗ്യം. അപ്പോൾ പുത്തൻ വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.